ഇടുക്കിയിലെ കഞ്ഞിക്കുഴി മേഖലയിൽ വനം വകുപ്പ് നടത്തുന്ന കുടിയിറക്കൽ നടപടികളെ ചൊല്ലി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണിയും അധിക്ഷേപവുമായി CPM നേതാവ് MM മണി രംഗത്ത്. ഉദ്യോഗസ്ഥർക്ക് ഭാര്യയും മക്കളും ഉണ്ട് എന്നത് ഓർക്കണമെന്ന ഭീഷണിയും ഇവിടെ മുഴക്കിയിരിക്കുകയാണ്. കുടിയേറ്റ കർഷകരുടെ ഭൂമിയിലും താമസ സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥർ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതിരോധം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയ MM മണിയാകട്ടെ, മര്യാദകേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് ഞങ്ങൾക്ക് അറിയാമെന്നും അതുമാത്രമല്ല ഉദ്യോഗസ്ഥർ വീട്ടിൽ ഭാര്യയും മക്കളും ഉണ്ടെന്ന കാര്യം ഓർക്കണമെന്നും പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ തിരികെ വീട്ടിലേക്ക് എത്തുമെന്ന ഉറപ്പോടെ അല്ല തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 150 വർഷങ്ങൾക്ക് മുൻപേ തന്നെ വനമായിരുന്നുവെന്ന പേരിൽ നിലവിൽ കൃഷിയും താമസവും നടത്തുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നതും ഇവിടെ MM മണി എടുത്തു പറയുന്നുണ്ട്. കർഷകരുടെ ഭൂമിയിലേക്കോ വീടുകളിലേക്കോ ഉദ്യോഗസ്ഥർ കടന്നു കയറാൻ ശ്രമിച്ചാൽ അവിടെ വെച്ച് തന്നെ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുമെന്നും അത്തരം സാഹചര്യങ്ങൾ നിയമം മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്ന ഒരു വ്യക്തമായ സൂചന കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഇതിനിടെ തന്നെ മുഖ്യമന്ത്രി VD സതീശനെ വിമർശിച്ച MM മണിയാകട്ടെ, ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ട എന്നും ഞങ്ങളെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഞങ്ങളുടെ നിലപാട് വളരെയധികം ശക്തമാണ് എന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രതിഷേധം അവിടെ അവഗണിക്കപ്പെട്ടാൽ വലിയ ജനകീയ പ്രക്ഷോഭവുമായി സെക്രട്ടേറിയറ്റിലേക്ക് എത്താൻ മടിക്കില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ്. അതേസമയം വനം വകുപ്പ് നടത്തുന്ന കുടിയിറക്കൽ നടപടികളും വനഭൂമി സംരക്ഷണം പ്രവർത്തനങ്ങളും എല്ലാം തന്നെ സംസ്ഥാനത്ത് വീണ്ടും ചർച്ചയാകുന്നതിനിടെ തന്നെ കർഷകരുടെയും വനമേഖലയിൽ താമസിക്കുന്നവരുടെയും ആശങ്കകൾ ശക്തമാവുകയാണ്. വർഷങ്ങളായി തന്നെ താമസിക്കുകയും കൃഷി നടത്തുകയും ചെയ്യുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ ഇപ്പോഴുള്ളത്. അതേസമയം വനസംരക്ഷണവും നിയമപരമായ നടപടികളും ഒരേപോലെ തന്നെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് എന്നതാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. വനഭൂമി സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിതവും ഉപജീവനവും ബാക്കിയാകാത്ത രീതിയിലുള്ള പരിഹാരമാണ് ആവശ്യമെന്ന അഭിപ്രായമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി തന്നെ ചർച്ചകൾ കൂടുതൽ സജീവമാവുകയാണ്. സംഘർഷവും വിവാദവും ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ, വനം വകുപ്പ്, ജനപ്രതിനിധികൾ, പ്രദേശവാസികൾ എന്നിവർ തമ്മിലുള്ള ചർച്ചകളിലൂടെ തന്നെ സഹകരണത്തിലൂടെയും ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാണ്. വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യത്തിൽ നിയമ നടപടികളും മനുഷ്യത്വപരമായ സമീപനവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഉറപ്പാക്കുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്നതും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.